എനിക്ക് നല്ല ദേഷ്യമുണ്ട്. ഒരാൾ ഓൾറെഡി പറഞ്ഞ് കുത്തിപ്പോയ കാര്യമാണ്. ആ സെയിം സാധനം പിന്നെ എടുത്തിട്ടു. നൂറ പറയാ എനിക്കതിൻ്റെ ദേഷ്യം ഞാൻ കാണിക്കും. ആ സാധനം എന്തോന്നങ്ങ് പറയുന്നു നൂറ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയാം, ഇനി അത് ഓക്കെ ആവാതെ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഓക്കെ ആവാൻ സമയമെടുക്കും, പറഞ്ഞു, കുഴപ്പമൊന്നുമില്ലെന്ന് നൂറ. എന്നാൽ ഞാൻ ഓക്കെ അല്ലെന്ന് ഇപ്പോൾ അതിൽ പറയുന്നുണ്ട്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഒന്ന് സംസാരിക്കേ. ഉറങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല, ഉറങ്ങിക്കോ. ഉറക്കം വരുന്ന ആൾ ഉറങ്ങണമെന്ന് ആദില. സ്വന്തം കാര്യം നോക്കാനുണ്ടെന്ന് ഇപ്പം മനസ്സിലായി, ഉള്ളിൽ ഒക്കെ ഇപ്പം മനസ്സിലായെന്ന് നൂറ. അതിന് ഞാൻ അനിമോളല്ല കേട്ടോ. കണ്ട, ഇവരിതാണ് ഇവരുടെ പ്രശ്നം. ഇവർ രണ്ടുപേരോട് ഇപ്പം ഉടക്കി സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്കും അനിമോളുടെ പേരെടുത്തിരുന്നുണ്ടോ. അനിമോളല്ലെന്ന് ആദില പറയുന്നത്. അതിപ്പം വായിന്ന് വന്നതല്ലേ ബേബി എന്ന് പറയുന്നുണ്ട്. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഒരു 5 മിനിറ്റ് മുമ്പേ അനിമോൾ വന്നപ്പോൾ ഭയങ്കര സ്നേഹമായിട്ട് പില്ലോ എടുത്തുകൊണ്ട് പോവാ, ഇവിടെ വന്ന് കിടക്കുന്നൊക്കെ പറഞ്ഞ് അനിമോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ. ആ ഒരു ഗ്യാപ്പിനകത്ത് രണ്ടും കൂടെ വഴക്കിട്ടപ്പോൾ കണ്ട, അതിൻ്റെ ഇടയ്ക്ക് അനിമോളുടെ പേരെടുത്ത് പറയുന്നു. നൂറ ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. എന്നിട്ടും പറയാം, അഹങ്കാരമല്ലേ. നൂറയ്ക്ക് അഹങ്കാരം ഉണ്ടെന്ന് ആദില പറഞ്ഞതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ കാരണം. ആ വാക്ക് തന്നെ അനിമോളും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്ക്, ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നൊക്കെ നൂറ പറയുന്നുണ്ട്. പക്ഷേ ആദില പറയുന്നത് എനിക്ക് തിരിഞ്ഞ് കിടക്കണ്ട. അപ്പം നൂറ പറയാം, ബേബി തന്നെ ഒരു അലിഗേഷൻ ഇറക്കിയിട്ട് പിന്നെ ബേബി തന്നെ ഇങ്ങനെ തിരിഞ്ഞ് കിടക്കേണ്ടെന്ന കാര്യമൊന്നുമില്ല. പ്രഹസനം കാണിച്ചത് മതി കേട്ടോ എന്ന് നൂറ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ആദിലയാണെങ്കിൽ ഒത്തിരി ക്ഷമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു.